ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലാതെ ഈവനിങ്ങിന് ഒരു സ്നാക്കായിട്ടും അല്ലാതെ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ പകുതി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത്, അതുപോലെ സവാള ചെറുതാക്കി കട്ട് ചെയ്തതും, കക്കരിക്ക, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പും അതും കൂടിയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പാടി കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഒരു ബൗളിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പൊരിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് മയോനൈസ് അല്ല കേട്ടോ ചേർക്കുന്നത്, നല്ല കട്ടത്തൈരാണ്. ഇനി കട്ടത്തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ പുളിയുള്ള തൈരുണ്ടല്ലോ, അത് കുറച്ച് ടൈം ഇതുപോലെ അരിപ്പയിലേക്കൊന്ന് ആക്കി വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഊർന്ന് പോയിട്ട് നല്ല കട്ടിയിട്ട് നമുക്ക് തൈര് കിട്ടും. ആ ഒരു തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഓപ്ഷനിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതും പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം, ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതാ നല്ല സിമ്പിളാണ്. ഇനി നമുക്കിത് നേരെ ബ്രെഡിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ഒന്ന് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. എന്നിട്ട് ഈ ഓരോ ബ്രെഡുമ്മലും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ടിഫിൻ ബോക്സിലും അല്ലാതെ നമുക്ക് പെട്ടെന്നൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിങ്ങനെ എല്ലാം പാടും ഞാനൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബാക്കി കുറച്ചും കൂടിയും ഈ ഒരു കൂട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയിലും കൂടി ഒന്ന് റോൾ ചെയ്താണ്ട് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.